ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയും രഞ്ജിത്തും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇന്ദ്രജ വേദയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നിൽക്കുകയാണ്. രഞ്ജിത്ത് പറയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുക, എനിക്ക് അർജൻറ്റായിട്ട് ഒരു മെയിൽ അയക്കാനുണ്ട് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് പോവാട്ടോ. അങ്ങനെ വേദയോട് ഇന്ദ്രജ പറയാണ്, നീ പോയ ശേഷം ഇവിടെ ഒരു വലിയ സംഭവം തന്നെ ഉണ്ടായി വേദ. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഹരിത നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല. നന്ദിനിയോട് നമുക്കൊക്കെ മമ്മിക്ക് വരെ സംസാരിക്കാൻ ഒരു ചെറിയ ഭയമാണല്ലോ സൂര്യ ഇവിടെ ഉള്ളപ്പോൾ തന്നെ. അങ്ങനത്തെ നന്ദിനിയെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തുക തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ട വേദ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ ചേച്ചി ഈ കേൾക്കുന്നത്? നന്ദിനിയോട് ഹരിത അങ്ങനെയൊക്കെ ചെയ്തു? അപ്പോൾ ആൾ മിടുക്കിയാണല്ലോ, അവളെ സമ്മതിക്കണം. അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ അതോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? വേദയ്ക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അവളുടെ ആ പ്രകടനം കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. മമ്മിക്കും ഡാഡിക്കും പോലും എന്ത് പറയണമെന്ന് അറിയാതെ അവരൊക്കെ ആശ്ചര്യത്തോടു കൂടിയാണ് അവളുടെ പ്രകടനം കണ്ടു നിന്നത്. ശരിക്കും സൂര്യയോട് എതിർത്ത് നിൽക്കാൻ ഇവള് തന്നെയാണ് ശരിക്കുള്ള ജോഡി. സൂര്യയെ എതിർത്ത് നിൽക്കാനും സൂര്യയുടെ വായടപ്പിക്കാനും ഹരിതയ്ക്ക് തന്നെയാണ് കഴിയൂ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവാണ് ചെയ്തത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കാൻ കേട്ടോ, ഇന്ദ്രജയും വേദയും. എന്നിട്ട് ഇന്ദ്രജ ചോദിക്കുന്ന, അല്ല നിന്നോടൊരു കാര്യം ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് നിൻ്റെ ആള് രഞ്ജിത്ത്, എങ്ങനെയുണ്ട്? അപ്പോൾ പെട്ടെന്ന് വേദ അങ്ങ് ഒരു നാണത്തോടു കൂടി പറയാണ്, എന്താ ചേച്ചി ചോദിക്കുക? അല്ല അവനെങ്ങനെയുണ്ട്, ആളെങ്ങനെ, സ്വീറ്റ് ആണോ, ഇടപഴകാനും സംസാരിക്കാനൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടെ. അപ്പോഴത്തേക്കും മെയും യതീന്ദ്രനും താഴേക്ക് ഇറങ്ങി വരാട്ടോ. അപ്പോൾ ഇന്ദ്രജയും വേദയും രഞ്ജിത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് അവർ രണ്ടുപേരും അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ വേദയും ഇന്ദ്രജയും യതീന്ദ്രനെയും പത്മയും കിട്ടില്ല കേട്ടോ. അപ്പോൾ വേദ കാര്യങ്ങൾ പറയാണ്, റെസ്റ്റോറൻറ്റിൽ വെച്ച് എൻ്റെ കൂടെ പഠിച്ചിരുന്ന സീനിയർ വിദ്യാർത്ഥിയെ കണ്ടു എന്നുള്ള കാര്യം രഞ്ജിത്ത് അവനോട് പറഞ്ഞതും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറയാണ്, രഞ്ജിത്ത് അങ്ങനെയാണോ പറഞ്ഞത്? അതെ, ശരിക്കും വേറൊരാളാണെങ്കിൽ എന്തായാലും സംശയിക്കും, അവർ ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് വരെ പറയും. പക്ഷേ രഞ്ജിത്ത് അങ്ങനെയല്ല പറഞ്ഞത്. രഞ്ജിത്ത് അവനോട് പറഞ്ഞത് അവൻ്റെ അമ്മയും അച്ഛനെയും ഇവിടേക്ക് വന്ന് എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിക്കാനാണ്. അവൻ്റെ ആ ഒരു പക്വത നിറഞ്ഞ സംസാരം കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി. രഞ്ജിത്ത് നല്ല സ്വഭാവമുള്ളവൻ തന്നെയാണ്. അവൻ അമേരിക്കയിലാണെങ്കിലും കൂടി അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ എന്തൊരു നല്ല സ്വഭാവമാണ്, നല്ല നയത്തിലുള്ള സംസാരവും നല്ല പക്വത നിറഞ്ഞ പെരുമാറ്റമൊക്കെയാണ് എന്ന് പറഞ്ഞ് വേദ രഞ്ജിത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ട് പത്മയും യതീന്ദ്രനും അവരുടെ അടുത്തേക്ക് വരികയാണ്. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ രണ്ടുപേരും എന്താണ് കരുതിയത്? എൻ്റെ ഏട്ടൻ വളർത്തിയ പയ്യനാണ്, അപ്പോൾ പിന്നെ അവന് നല്ല സ്വഭാവം തന്നെയല്ലേ ഉണ്ടാവൂ? ഇവിടെ ഉണ്ടല്ലോ ഒരുത്തൻ എല്ലാവരെയും എതിർക്കാനും ധിക്കാര സ്വഭാവം നല്ല ഒരു ഗുണം എന്ന് പറഞ്ഞതില്ല. കുടുംബത്തിലുള്ളവരെയൊക്കെ നാണം കെടുത്താൻ വേണ്ടി കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ പത്മ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ യതീന്ദ്രൻ പറയണേ, നിനക്ക് സൂര്യയെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലേ? സൂര്യയെ കുറ്റം പറയാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നീ അതങ്ങ് മുതലാക്കും. സൂര്യ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? സൂര്യ എല്ലാവർക്കും നല്ലത് മാത്രമാണ് സൂര്യ ചെയ്യാറുള്ളൂ. പത്മ പറയണേ, നിങ്ങൾക്കതിന് അവൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അവന് കുറ്റം കാണില്ലല്ലോ. നിങ്ങളുടെ കണ്ണിൽ അവൻ എന്ത് ചെയ്താലും അത് ഗുണം മാത്രമല്ലേ ഉള്ളൂ. കള്ള് കുടിച്ചാലും വഴക്കുണ്ടാക്കിയാലും എന്നോട് തട്ടിക്കേറുന്നതും എല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണമായിട്ടല്ലേ തോന്നൂ. നിങ്ങൾ സൂര്യയെ കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വേദയും കൂട്ടി പത്മ റൂമിലേക്ക് പോവാട്ടോ. പിന്നീട് നന്ദിനി പണികളൊക്കെ തീർത്ത ശേഷം റൂമിലേക്ക് പോവാണ്ട്. അപ്പോഴാണ് ഹരിത നന്ദിനിയെ കാണുന്നത്. അപ്പോൾ സൂര്യയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഹരിത മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ സൂര്യ എല്ലാവർക്കും മുന്നിൽ ഹരിതയെ നാണം കെടുത്തി സംസാരിച്ചതിനും നന്ദിനിയെ ചേർത്ത് പിടിച്ചതിനും എല്ലാം തന്നെ പകമൂത്ത് നിൽക്കുന്ന ഹരിത ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് നന്ദിനിയെ കണ്ടപ്പോൾ നല്ല സ്വഭാവത്തിലാണ് കേട്ടോ ഹരിത സംസാരിക്കുന്നത്. നന്ദിനി, നിന്റെ ജോലികളൊക്കെ തീർന്നോ? ആ തീർന്നെങ്കിൽ നന്ദിനി, നീ ഇന്ന് എന്നോടൊപ്പം കിടക്കുമോ? എനിക്ക് ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ പേടിയായതുകൊണ്ടാണ്. നീ എൻ്റെ കൂടെ ഒന്ന് കിടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നന്ദിനി ഒന്ന് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അത് പിന്നെ മേഡം, സൂര്യ സാർ വരുന്നതിൻ്റെ മുന്നേ സൂര്യ സാറിൻ്റെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം എന്ന് പറയുമ്പോൾ, എന്താ സൂര്യ എന്താ ചെറിയ കുട്ടിയാണോ? ഒരു തന്നെ തനിച്ച് ബെഡൊക്കെ കുടഞ്ഞ് അവൻ കിടന്നോളും, നീ എൻ്റെ റൂമിലേക്ക് വാ. എന്താ മേഡം, എന്തെങ്കിലും ജോലിയുണ്ടോ? അല്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനുള്ള പേടി കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഹരിത നന്ദിനിയോട് സംസാരിക്കുന്നത് ഇന്ദ്രജയും വേദയും മറഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനിയെ വിളിച്ചുകൊണ്ട് ഹരിത പോകുന്നത് കാണുമ്പോൾ അവർ രണ്ടുപേരും പറയണേ, നന്ദിനിക്കിട്ട് എന്തോ ഒരു പുതിയ പണിയാണല്ലോ ഹരിത കൊടുക്കാൻ പോകുന്നത്. അവളെ സമ്മതിക്കണം. സൂര്യയുടെ ഇങ്ങനെ എതിർത്ത് നിൽക്കാൻ ഇവളെ കൊണ്ട് തന്നെയാണ് കഴിയൂ. എന്നിട്ട് ഹരിത നന്ദിനിയോട് പറയണേ, നീ ചെന്ന് എൻ്റെ റൂമൊക്കെ ക്ലീനാക്കി ബെഡൊക്കെ ക്ലീൻ ചെയ്തിട് എന്ന് നല്ല ആജ്ഞാപിച്ച് പറയാട്ടോ. അങ്ങനെ നന്ദിനിക്ക് നിവൃത്തിയില്ലാതെ ഹരിതയുടെ റൂമിലേക്ക് ചെല്ലാണ്. എന്നിട്ട് ബെഡൊക്കെ ക്ലീൻ ചെയ്ത് നന്ദിനി പോവാൻ ഒരുങ്ങുമ്പോൾ, നീ എന്നോടൊപ്പം കിടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ ഇപ്പോൾ ഇവിടെ കിടന്നാൽ
മതി, ഇന്നൊരു ദിവസം നീ എന്നോടൊപ്പം കിടക്കണമെന്ന് പറഞ്ഞ് നന്ദിനിയോട് നിലത്ത് കിടക്കാൻ പറയട്ടോ. അങ്ങനെ നന്ദിനി നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഹരിത പറയണ്, നീ കിടക്കാൻ പോവുകയാണോ? അതെ മേഡം, എനിക്ക് പെട്ടെന്ന് ഉറങ്ങിയാലാണ് നാളെ രാവിലെ നേരത്തെ എണീക്കാൻ കഴിയും. എങ്കിൽ നീ ഇപ്പോൾ കിടക്കല്ലേ, നീ ഇപ്പോൾ ഉറങ്ങാൻ കിടക്കല്ലേ, എൻ്റെ കയ്യും കാലൊക്കെ വല്ലാത്തൊരു വേദന, നീ ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നന്ദിനി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ കൈയും കാലും ഒഴിയിപ്പിക്കാനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നന്ദിനിക്ക് മനസ്സിലാവാണ്ട്. അപ്പോൾ സൂര്യയാണെങ്കിലോ, ഹരിത ഇനി എന്ത് ജോലി പറഞ്ഞാലും ചെയ്യരുത്, ഈ വീട്ടിലുള്ള ആരെന്ത് ജോലി പറഞ്ഞാലും നീ ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സൂര്യയുടെ ആ വാക്കുകളൊക്കെ മറന്നുകൊണ്ട് നന്ദിനി പിന്നെ ഹരിതയുടെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം. സമയം വേദയും ഇന്ദ്രജയും കൂടി പത്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് പറയണ, മമ്മി ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഹരിത നന്ദിനിയും കൊണ്ട് റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഇന്ന് നന്ദിനിക്ക് നല്ല പണി കൊടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാവണ്ട. അപ്പോൾ പത്മ പറയണ, അവൾക്ക് എൻ്റെ ഗുണമാണുള്ളത്, അവൾക്ക് എൻ്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്, വാശിയും വൈരാഗ്യവും പകയും എല്ലാം തന്നെ അവൾക്ക് എൻ്റെ ഗുണമാണുള്ളത് എന്ന് പറഞ്ഞ് പത്മ നല്ല പുകഴ്ത്തി പത്മയെ തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രജ പറയണേ, അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. പക്ഷേ ഹരിത അങ്ങനെയല്ല, അവൾക്ക് കണ്ടില്ലേ എന്തൊരു ധൈര്യമാണ്, സൂര്യയോട് സംസാരിക്കാൻ പോലും അവൾക്ക് എന്തൊരു ധൈര്യമാണ്, കണ്ടില്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നില്ല നന്ദിനിയെ സൂര്യ പറഞ്ഞു വിടും. അതിന് സൂര്യയുടെ സമ്മതമൊന്നും അവൾ ചോദിച്ചിട്ടില്ല, അവൾ തന്നെ സ്വയം തീരുമാനിപ്പിച്ച് നന്ദിനിയെ കൊണ്ട് ഒരു അക്ഷരം പോലും മറുപടി പറയിക്കാൻ സമ്മതിക്കാതെയാണ് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സൂര്യയാണെങ്കിൽ ഇതുവരെയും പുറത്തു നിന്നും എത്തിയിട്ടുമില്ല. ഇപ്പോൾ സൂര്യ വന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകുമോ? അപ്പോൾ പത്മ പറയണ, ഹരിതയ്ക്ക് മുന്നിൽ സൂര്യയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അങ്ങനെ നന്ദിനിയുടെ വായെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഹരിത ചോദിച്ചറിയുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടക്കുക എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി നിഷ്കളങ്കമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഹരിതയോട് തുറന്നു പറയുകയാണ്. ഇല്ല, സൂര്യ സാറ് തനിച്ച് ബെഡിലാണ് കിടക്കാറുള്ളത്, ഞാൻ താഴത്താണ് കിടക്കാറുള്ളത്, എനിക്ക് താഴെ കിടന്നാൽ മാത്രമാണ് ഉറക്കം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ, പിന്നെ എന്താ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയി കിടക്കുന്നത് എന്ന് ഹരിത ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞങ്ങളുടെ വിവാഹം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് മേഡത്തിന് അറിയില്ലേ, പെട്ടെന്നുള്ളൊരു വിവാഹമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ടല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അതിശയമാകുന്നു എന്ന് ഹരിത പറയട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനിയിൽ നിന്നും ഹരിത മനസ്സിലാക്കിയെടുക്കുകയാണ്. രണ്ടുപേരും ഇതുവരെയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഹരിതയോട് നന്ദിനി പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ. അപ്പോൾ ഹരിത പറയണേ, എന്നിട്ടും നിന്നെ അവൻ നല്ല സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല, പക്ഷേ എന്നിട്ടും നിന്നോട് എന്ത് സ്നേഹമാണ് സൂര്യയ്ക്കുള്ളത്. അപ്പോൾ നന്ദിനി പറയണ, അത് ശരിയാണ്, സൂര്യ സാറ് വെറും ഒരു പാവമാണ്, സൂര്യ സാറിന് എന്നോട് വല്ലാത്ത കരുതലും സ്നേഹവുമാണ്. അത് ശരി, അപ്പോൾ അവന് നിന്നോടുള്ളത് കരുതലാണല്ലേ, ആ കരുതൽ കൊണ്ടായിരിക്കുമല്ലേ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിന്റെ ഈ സ്വഭാവത്തിനനുസരിച്ച് അവനും ശരിക്ക് തറയിൽ കിടക്കേണ്ടതാണ്, അത്രയ്ക്ക് നിലവാരമില്ലാതായിട്ടാണ് സൂര്യ ഇപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം കൂട്ടുകൂടിയതിൻ്റെ ശേഷമാണ് സൂര്യ ഇങ്ങനെ നിലവാരമില്ലാത്തവനായത്. എന്തായാലും ശരി, നീ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയട്ടോ. നന്ദിനി ഹരിതയുടെ കാലുഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സുഖത്തിൻ്റെ മുകളിൽ ഹരിതയ്ക്ക് നല്ല ഉറക്കം വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങ് ഉറങ്ങാൻ കിടക്കാണ്ട്. അപ്പോഴാണ് സൂര്യ ഇനി വരുന്നത്. അങ്ങനെ സൂര്യ റൂമിലെത്തിയ ശേഷം നന്ദിനിയെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ നന്ദിനി ഇതിപ്പോൾ എവിടെ പോയി, ഇത്രയും നേരമായിട്ടും നന്ദിനിയുടെ ജോലി ഒന്നും കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കിച്ചണിലേക്കൊക്കെ പോവുകയാണ്, അവിടെ ഒന്നും നന്ദിനിയെ കാണുന്നില്ല. ഇതിപ്പോൾ എവിടെ പോയി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ നോക്കുകയാണ്, അപ്പോഴൊന്നും നന്ദിനിയെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും രാജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജുവേട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നന്ദിനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, സാർ നന്ദിനി റൂമിലേക്ക് പോയല്ലോ, കുറേ നേരമായല്ലോ, നന്ദിനി അവിടെയൊന്നുമില്ല, നന്ദിനിയെ ഞാൻ ഈ വീട് മുഴുവനും നോക്കി, പക്ഷേ നന്ദിനിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് സൂര്യ ഒച്ച എടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യയുടെ ഈ ബഹളം കേട്ട് പത്മയും ഇന്ദ്രജയും വേദയും യതീന്ദ്രനൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ആടി നന്ദിനിയെ കാണുന്നില്ല, നന്ദിനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല, ഞാൻ ഇവിടെയൊക്കെ വീട് മുഴുവനും നോക്കി ഡാഡി, പക്ഷേ നന്ദിനി ഇവിടെ ഇല്ല. അപ്പോൾ പത്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ്ട്. അപ്പോഴാണ് ഇനി ഇന്ദ്രജ പറയുന്നത്, ഹരിതയുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, നന്ദിനിയോട് ഹരിതയുടെ റൂമിൽ ഒപ്പം കിടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, അവൾക്ക് തനിച്ച് കിടക്കാനുള്ള പേടി കൊണ്ടാണ് നന്ദിനിയെ വിളിച്ചത് എന്ന് കേട്ടപ്പോൾ സൂര്യയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്ത് ഉദ്ദേശത്തിലായിരിക്കും നന്ദിനിയെ കൊണ്ടുപോയത് എന്നുള്ളത്, ഹരിത എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സൂര്യ ദേഷ്യം പിടിച്ച് ഹരിതയുടെ റൂമിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് കതകിൽ തട്ടുകയാണ്, നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെയാണ് ഉറക്കത്തിൽ നിന്നും നന്ദിനി എണീക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.